മുഖ്യമന്ത്രി അസഭ്യം പറഞ്ഞതിന് സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്യുന്ന ശ്രീജിത്തിനെതിരെ പോലീസ് കേസെടുത്തു. സഹോദരന്റെ കസ്റ്റഡി മരണത്തിൽ നടപടി ആവശ്യപ്പെട്ട് വർഷങ്ങളായി സെക്രട്ടേറിയറ്റ് നടയിൽ കഴിയുകയാണ് ശ്രീജിത്ത്. സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് നോക്കി മൈക്രോഫോണിലൂടെയാണ് അസഭ്യവർഷം നടത്തിയത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. ഷഫീദ്, ഈ സെക്രട്ടേറിയറ്റിലെ സമരമുഖങ്ങളിൽ ഒന്നാണ് ശ്രീജിത്തിന്റെ മുഖം. ഇപ്പോൾ കേസിനാസ്പദമായ സംഭവം എന്താണ്? കേസിലെ തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? സുഹേൽ, കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ സംഭവം ഉണ്ടായത്. അതായത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി സഹോദരന്റെ കസ്റ്റഡി മരണത്തിൽ നടപടി ആവശ്യപ്പെട്ട സമരമിരിക്കുകയാണ് ശ്രീജിത്ത്. കഴിഞ്ഞ ദിവസം മറ്റു ചില സമരങ്ങൾ നടക്കുന്നതിനിടെ ശ്രീജിത്ത് ഈ സമരം ചെയ്യുന്ന സ്ഥലത്തിന് തൊട്ടു മുൻപുള്ള റോഡ് വശത്തെ കമ്പിയിൽ കയറി നിന്നുകൊണ്ട് മൈക്രോഫോണിലൂടെ മുഖ്യമന്ത്രിയെ അസഭ്യം വിളിക്കുകയായിരുന്നു. ജാതീയമായിട്ടടക്കം മുഖ്യമന്ത്രിയെ ചില കാര്യങ്ങൾ പറയുകയും അതേപോലെ തന്നെ അസഭ്യം വിളിക്കുകയും ചെയ്തു. പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യമടക്കമുള്ള കാര്യങ്ങൾ പ്രചരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. IPC 294 വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുമുണ്ട്. സുഹൈൽ, ശരി, സഹോദരന്റെ നീതിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ശ്രീജിത്തിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്ന വാർത്തയുടെ വിശദാംശങ്ങളാണ് ഷഫീദ് റാവുത്തർ നൽകിയത്.